എല്ലാവർക്കും നിഷ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ RPF നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ RPF എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. നേരത്തെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സൈറ്റിലൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ഒക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവരെല്ലാവരും പഠിക്കാനും തുടങ്ങിക്കോ. പഠിച്ചവരെല്ലാവരും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരെല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നമുക്ക് RPF അതേപോലെ തന്നെ കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി ഒന്ന് പറയാം. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഒരു സെക്ഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യും. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലോട്ട് നമുക്ക് കിടക്കാം. സോ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന, ഉദാഹരണത്തിന് നമ്മളൊരു കടയിൽ പോയി ഒരു അരി വാങ്ങുന്നു അല്ലെ. ഒരു അരി എന്ന് നമ്മൾ പറയൂ, നമ്മൾ ചേട്ടാ കുറച്ച് അരി തരാനല്ലല്ലോ നമ്മൾ പറയുന്നത്, എന്നായിരിക്കും നമ്മൾ പറയുന്നത് 1 കിലോ അരിയാണ് തരേണ്ടത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു സ്പെസിഫിക്കേഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അരി നമ്മൾ 1 കിലോയിലാ പറയുന്നത്. ആരെങ്കിലും ചെന്ന് അരി പോയിട്ട് ചേട്ടാ എനിക്കൊരു 2 ലിറ്റർ അരി തരുമെന്ന് പറയൂ? ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ അരിയുടെ യൂണിറ്റ് നമുക്കറിയാം അതെന്താണ്, അത് കിലോഗ്രാം ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് റെഫറൻസ് ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. നമുക്കറിയാം അരി എന്ന് പറയുന്നത് മാസ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ എന്തിലും പറയില്ല, നമ്മൾ വേറെ യൂണിറ്റിൽ പറയില്ല, നമ്മൾ അത് എപ്പോഴും കിലോഗ്രാമിലേ പറയുള്ളൂ. അപ്പൊ നമുക്കറിയാം അത് മാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മാസ് അല്ല നമ്മൾ പറയുന്നത് കിലോഗ്രാമിലാണ് അല്ലെ. നമ്മൾ ലിക്വിഡ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് വേറെയാണ്. അപ്പം ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന യൂണിറ്റ് കൊടുക്കണം എന്ന് നമുക്കറിയാം. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നവരെല്ലാം നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ട്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ട്. അതേപോലെ തന്നെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. എന്തുണ്ട്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ട്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഉണ്ട്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് എടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇത് ഒരുപാട് നമ്പർ ഉണ്ട് ഫണ്ടമെന്റൽ, പക്ഷെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റലിൽ പഠിക്കുന്നത്. യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസിനെ പറയുന്ന പേരാണ് യൂണിറ്റ്. എന്താണ്? യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ടു മെഷർ ഇറ്റ്. അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതാണ് കൊടുക്കുന്നത് അല്ലെ. നോക്കിക്കേ, ഇവിടെ ഞാനാണെങ്കിൽ RPF SCGDയുടെ പുതിയൊരു ബാച്ചിനെ പറ്റിയാണ് ഇനി പറയുന്നത്. കാരണം എക്സാം ഇങ്ങ് വന്നു. അപ്പൊ നമുക്ക് കുറച്ച് സമയമുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു 3 മാസമൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് ഈ RPF എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് വേണം. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ ന്യൂ ബാച്ച് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ April 17 ആയിരുന്നു പുതിയ ബാച്ച്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ബാച്ച്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ദിശ അക്കാഡമിക്ക് ട്രയൽ ക്ലാസ്സുകൾ ഉണ്ട്. നിങ്ങൾ പോയി നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പൊ ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് പറയണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്താണ്, ഈ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കണ്ടെത്തി പഠിക്കാൻ ഒരു അവസരവും ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓഫ്ലൈൻ ബ്രാഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക്
ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് ഉണ്ട്, കൊട്ടാരക്കരയുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, കൊല്ലമുണ്ട്. അപ്പൊ ഈ 4 ബ്രാഞ്ചിൽ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ പോലും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടോ നമുക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റും. മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും നമുക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തത് വഴി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസോ അവിടെയും കിട്ടും. സോ എല്ലാവരും എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങളത് എല്ലാവരും ഫോളോ ചെയ്യാം. നമുക്ക് വീണ്ടും നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ യൂണിറ്റ് ഡിഫൈൻഡ് ഫോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് മാസ് ആണ്. എന്താണ് മാസ്? മാസിന്റെ യൂണിറ്റ് നമ്മൾ എന്തിലാ പറയുന്നത്? കിലോഗ്രാമിലാണ്. നമുക്കറിയാം മാസ് നമുക്ക് കിലോഗ്രാമിൽ മാത്രമല്ല, നമുക്ക് ഗ്രാമിൽ പറയാം അല്ലെ. നമ്മൾ കിലോഗ്രാമിൽ കൂടുതൽ, ടണ്ണിലൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു SI യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് അത് പറയില്ല. സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് കിലോഗ്രാമിലാണ്. അപ്പൊ SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനകത്ത് ഗ്രാമും മില്ലിഗ്രാമും കിലോഗ്രാമും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? കിലോഗ്രാം എന്ന് തന്നെ എഴുതണം. ഇനി ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ആണ്. ഇപ്പൊ ടൈം നമുക്ക് നോക്കുകയാണെങ്കിൽ അവർ ഉണ്ട്, അതുപോലെ ഡെയിലി നമുക്ക് പറയാൻ പറ്റും, മിനിറ്റിൽ പറയാൻ പറ്റും. പക്ഷേ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ SI യൂണിറ്റ് ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സെക്കൻഡ് ആണ്. ഇനി ടെമ്പറേച്ചറിന്റെ എന്തായിരിക്കും? കെൽവിൻ ആയിരിക്കും. ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് എന്താണ്? കെൽവിനിലാണ്. ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറയുന്നത് എന്തേലായിരിക്കും? ആംബിയറിലായിരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ പറയുന്നത് കാൻഡല, CD എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കാൻഡലയിലാണ് പറയുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പറയുന്നത് മോളിലായിരിക്കും. അപ്പൊ ഇതുപോലുള്ള 7 ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, MLT. മാസ്, ലെങ്ത്, ടൈമിന് നമുക്ക് MLT. ഇനി അടുത്ത് നിങ്ങൾ എന്താണ്? MLT ഒരു ബൾബാണെന്ന് ആലോചിച്ചാൽ മതി. ബൾബ്, MLT ബൾബ്. അതിനകത്തുനിന്ന് ഒരു 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. അതായത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അല്ലേ ബൾബ് കിട്ടുന്നത്. അപ്പൊ കറണ്ട് കൊടുത്താൽ ബൾബ് എന്ത് ചെയ്യും? കത്തും. അപ്പൊ എന്താണ് അവിടെ? ഇന്റൻസിറ്റി, ലൂമിനസ് ഇന്റൻസിറ്റി, ലൈറ്റ് ഉണ്ടാവും എന്നാലോചിക്കാം. പിന്നെന്താണ്? കുറെ നേരം കത്തിയ ബൾബ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ, ചൂടാകും. അപ്പൊ ടെമ്പറേച്ചർ 6 വരെ സെറ്റ് ആയില്ലേ. ഇനി അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് മോൾ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ കാൻഡലയാണ്. പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. മാസ്, ലെങ്ത്, ടൈം നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യത കുറവാണ് അല്ലെ. മാസ്, ലെങ്ത്, ടൈം, അതുപോലെ കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 പേരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു. ഇത് എന്തായാലും എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും എങ്ങനെയാണ് ഇവരിൽ നിന്ന് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സുകളെ ഡിറൈവ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇക്വേഷൻ എഴുതാം. അതിന് നമ്മൾ കുറച്ച് ഇക്വേഷൻ, ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിക്കും. അത് നിങ്ങൾ നമ്പർ ഇട്ട് തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലാണ് നമ്മൾ പറയുന്നത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ നമ്മൾ ലെങ്തിലാണ് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ. ഇനി ടൈം നമ്മൾ പറയുന്നത് എന്താണ്? സെക്കൻഡിലാണ്. അപ്പം യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് MS⁻1 എന്ന് എഴുതാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റുകൾ ഡിറൈവ്ഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ഫണ്ടമെന്റൽ ആണ്, ടൈം ഫണ്ടമെന്റൽ ആണ്. അവരിൽ രണ്ടിൽ നിന്നും എടുത്തതാണ് എന്ന് പറയുന്നത് വെലോസിറ്റി. ഇനി അടുത്തത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ബൈ ഒരു സെക്കൻഡ് കൂടി കൊടുത്താൽ മീറ്റർ (10⁻² എന്ന് കിട്ടൂലേ. അപ്പൊ അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തല്ലേ, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്തല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റുകളാണ്. അപ്പൊ നോക്കിയേ, സ്പീഡും വെലോസിറ്റി വ്യത്യാസമുണ്ട് അല്ലെ. സ്പീഡും വെലോസിറ്റിയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, പക്ഷേ ഇവരുടെ ഒരു മീനിങ് സെയിം അല്ല. സ്പീഡ് എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്ടറും സ്കെയിലാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും പറയുവാണെങ്കിൽ അതെന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്.
കൃത്യമായിട്ട് നമുക്ക് ഡയറക്ഷൻ പറയണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അത് സ്പീഡാണ്. ഇതേ ഡിഫറൻസ് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും പറഞ്ഞത്. ഞാൻ വെലോസിറ്റി എന്ന് എഴുതിയിട്ട് മുകളിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഡിസ്റ്റൻസ് എന്നല്ല പറയുന്നത്. കാരണം എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു വെക്ടർ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്തിലാണ്, നമ്മൾ അത് എപ്പോഴും പറയുന്നത് ഡയറക്ഷനും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആവും, പക്ഷെ ഡിസ്റ്റൻസ് ഒരിക്കലും നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കേ, നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ എ എന്നും ബി എന്നും പറയുന്ന പാത്ത് ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ എ ബി ഈ ഒരു പാത്ത് ഉണ്ട്, സി പാത്ത്, എ സി ബി പാത്ത്, എ ഡി ബി പാത്ത്, അത് അതിന്റെ ഡിസ്റ്റൻസ് ആണ്. അത് ലാർജ് ഡിസ്റ്റൻസിനെയാണ്, അതായത് നമ്മുടെ എയും ബിയിലോട്ട് എത്തിക്കാൻ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അതിനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ല നമ്മൾ എന്താണ് ഡയറക്ഷൻ ഒന്നും നോക്കത്തില്ല. എ ബി എത്തുന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, അതിലെ ഡയറക്ഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയും ക്വാണ്ടിറ്റീസിനെ നമുക്ക് തിരിക്കാം, സ്കെയിലാർ ക്വാണ്ടിറ്റികളെന്നും വെക്ടർ ക്വാണ്ടിറ്റികളെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെയും രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ നമ്മൾ കുറെ യൂണിറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ അതൊന്ന് വിശദീകരിക്കാം. അപ്പൊ നോക്കിക്കേ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ കുറച്ച് SI ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ പഠിക്കണം. കാരണം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഇനി ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് റെയിൽവേ എക്സാമുകൾക്ക്. അപ്പം ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ്, വെയിറ്റ്. രണ്ടുപേരുടെയും യൂണിറ്റ് നമ്മൾ ഒന്നായിട്ടാണ് പറയുന്നത്, ന്യൂട്ടൺ ആണ് രണ്ടുപേരുടെയും യൂണിറ്റ്. ഇനി എങ്ങനെയാണ് ഇവിടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിനൊന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ ഇക്വേഷൻ ആയിട്ട് നോക്കുന്നില്ല, നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. അത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ യൂണിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും, F=ma ആണ് അല്ലെ. എം എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലാണ് നമ്മൾ പറയേണ്ടത്. മാസ് എപ്പോഴും നമ്മൾ പറയേണ്ടത് കിലോഗ്രാമിലാണ്. അപ്പൊ കിലോഗ്രാം കൊടുത്തു. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നോക്കിക്കേ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുത്ത് പഠിച്ചോണം. ഇക്വേഷൻ മാത്രമേ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാവുള്ളൂ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇക്വേഷൻ F=ma. ഇനിയും ഫോഴ്സും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. വെയിറ്റ് എന്ന് പറയുന്നത് W നമ്മൾ പറയും, അത് m×g ആണ്. അതായത് ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് അതിന്റെ വെയിറ്റ് കിട്ടുള്ളൂ. വെയിറ്റ് എന്താണ് ആക്ച്വലി, വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സെയിം യൂണിറ്റ് ആണ്, സെയിം യൂണിറ്റ് ആണ്. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം എന്ത് തന്നെയായിരിക്കും, യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡിനകത്ത് സ്ക്വയറിന് അതിൽ മാറ്റമൊന്നും ഇല്ല. പക്ഷെ ഇക്വേഷനിൽ മാറ്റമുണ്ട്. ഒന്ന് എമ്മയും ഒന്ന് mgയും ആണ്. ജിയുടെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിച്ചേക്കണം. അടുത്തത് ഫ്രീക്വൻസി. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി എന്താണ്, 1/ടൈം പീരീഡ് ആണ്. സോ ടൈം സെക്കൻഡ് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് (10⁻⁻1). പക്ഷെ ഇതിന് SI യൂണിറ്റിൽ നമുക്ക് ഇതിനെ ഹെഡ്സ് എന്നാണ് പറയുന്നത്. SI യൂണിറ്റിൽ ഇതിന് എന്താ പറയുന്നത്, ഹെഡ്സെറ്റ്. അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് എന്ന് പറയുന്നത് (10⁻⁻1) ആണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്, 1/ടൈം പീരീഡ് ആണ്. ഇനി ഇലക്ട്രിക് ചാർജ്. ചാർജ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ടിന്റെ ഇക്വേഷനിൽ നിന്ന് എടുക്കാം. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ്. ചാർജ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കറണ്ടിന്റെ ഇക്വേഷൻ അത് നമുക്ക് ചാർജിനെ എടുക്കാം. Q=I×T എന്ന് എടുത്തൂടെ. Q= എന്താണ്, IT. Q=IT. ഐയുടെ യൂണിറ്റ് ആംപിയർ ആണ്, ടൈമിൻ്റെത് സെക്കൻഡ് ആണ്. അപ്പം ആംപിയർ സെക്കൻഡ് ആണ് എന്താണ് ക്യൂവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കണം. I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചാർജ് ആണ് അല്ലെ, ചാർജ് ബൈ ടൈം ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് = Q/T ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്.
ക്യൂ എന്താണ് ഐ ടി ആണ്. ക്യൂ എന്താണ് ഐ ഇൻറ്റു ടി ആണ്. അപ്പൊ നോക്കിക്കേ, 3 ഡിറൈവ്ഡ് യൂണിറ്റുകളും 3 ഇക്വേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. F is equal to ma, W is equal to mg, F is equal to 1 by time period, frequency 1 by time period equivalent ആണ്. കറണ്ട് എന്ന് പറയുന്നത് Q, ചാർജ് ബൈ ടൈം. ഇവിടെ Q എന്ന് പറയുന്നത് കൂളോംബ് ആണ്. Q എന്താണ് കൂളോംബ് ആണ്, കൂളോംബ് ആണ്. അപ്പൊ കൂളോംബ് is equal to ആംപിയർ ഇൻറ്റു സെക്കൻഡ് ആണ്. അടുത്തത് നോക്കിക്കേ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും, വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഈസ് ഇക്വൽ ടു വർക്ക് ബൈ എന്താണ് വർക്ക് ബൈ ചാർജ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വർക്ക് ബൈ ചാർജ് എന്ന് നമുക്ക് പറയാം. വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്. ഇക്വേഷൻ ആണ് വർക്ക് ബൈ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതും നമ്മൾ പഠിച്ചിരിക്കണം. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറെ ഇക്വേഷനും പഠിക്കുന്നുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ചാർജ്, അങ്ങനെയാണ് നമ്മൾ ഇവിടെ അതിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വർക്ക് ബൈ എന്താണ് ചാർജ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി വോൾട്ടേജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. എന്താണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V is equal to W by Q. അപ്പൊ വർക്കിനെ നമുക്ക് വി ക്യൂ, പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് എന്നും വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഒരു യൂണിറ്റ് ചാർജിനെ A B 2 പൊസിഷൻ ആണ്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഒരു പോയിന്റിൽ നിന്നും ഇപ്പം ഒരു ചാർജിനെ Q എന്ന് പറയുന്ന ചാർജിനെ ഇവിടെ നിന്നും ഇവിടെ എത്തിക്കുമ്പോൾ എത്ര വർക്കാണ് ചെയ്യേണ്ടത്, അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ് ആണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് V ആണ് അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്കുള്ള മെയിൻ ഉദ്ദേശം എന്താണ്? ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. W by Q പഠിക്കണം. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നും നമ്മൾ പഠിക്കണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. ഇൻഡക്റ്റൻസ് ആണ്. ഇപ്പൊ ഇൻഡക്റ്റൻസ് നമ്മൾ ശരിക്കും ഇതിനകത്ത് യൂണിറ്റ് പഠിക്കണം. ഇൻഡക്റ്റൻസിനകത്ത് എന്താണ്? ഹെൻറി ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കും ഹെൻറി ആണ് യൂണിറ്റ് എന്ന്. നമ്മൾ യൂണിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ഫ്ലക്സ് ബൈ കറണ്ട് ആണ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് വെബർ ബൈ ആംപിയർ എന്ന് ആലോചിച്ചാൽ മതി. ഫ്ലക്സ് ബൈ കറണ്ട് ആണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പം ഇൻഡക്റ്റൻസ് ഇസ് ഇക്വൽ ടു, ഇൻഡക്റ്റൻസിനെ നമ്മൾ L കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 5/I ആണ് ഇതിന്റെ ഇക്വേഷൻ. 5/I ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ നോക്കുന്നത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണ്. കപ്പാസിറ്റൻസ് C ആണ്. ഓക്കെ അല്ലേ? അപ്പൊ കപ്പാസിറ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, മറ്റേത് ചാർജ് ആണ്, ഇത് എന്താണ്? C നമ്മൾ കപ്പാസിറ്റൻസിന് കൊടുക്കുകയാണ്. യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ് കേട്ടോ. Q by V ആണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? Q by V ക്ക് ഇക്വലന്റ് ആണ്. ചാർജ് ബൈ പൊട്ടൻഷ്യലിന് ഇക്വലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ Qനെ നമുക്ക് CV എന്ന് പറയാൻ പറ്റും. Q is equal to CV. ഓക്കെ, നമ്മളൊരു 10 മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. നോക്കി, ഇത്ര മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ് എന്നൊക്കെ പറയുന്ന ഒരൊറ്റ ക്വാണ്ടിറ്റി തന്നെയാണ്. റെസിസ്റ്റൻസ്, ഇംപിഡൻസ്, റിയാക്ടൻസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്തിനെ തന്നെയാണ് പറയുന്നത്? നമ്മുടെ റെസിസ്റ്റൻസിനെ തന്നെയാണ്. നമ്മളൊരു കറണ്ട് ഒരു കണ്ടക്ടർ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന ഒരു തടസ്സമാണ് ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സമാണ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്. നമുക്ക് ഓംസ് ലോയിൽ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓംസ് ലോ എന്താ പറയുന്നത്? R is equal to V by I അല്ലെങ്കിൽ V is equal to IR.
ഓംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. V is equal to IR. V is equal to IR നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഓംസ് ലോയിൽ നിന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് ഐയും ആറും ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ആർ എന്ന് പറയുന്നത് വിനെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഐ എന്ന് പറയുന്നത് V/R ആയിരിക്കും. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ എത്തിക്കാം. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനിയും ഈ റെസിസ്റ്റൻസിന്റെ എന്താണ് ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള മീനിങ് ആണ് കണ്ടക്ടൻസ്. ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സമാണ് റെസിസ്റ്റൻസ് എങ്കിൽ അതിനുണ്ടാകുന്ന ഈസിനെസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, സീമൻ ആണ്. എസ്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന സീമൻ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓം ഇൻവേഴ്സ് എന്നും എഴുതാൻ പറ്റും. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1/, റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? 1/, റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? R I/V എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി അത് വെബർ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഇതിനെ നമുക്ക് എന്താണ് വോൾട്ട് സെക്കൻഡിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വെബർ ആണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, അപ്പൊ നമ്മളാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷനും പ്ലസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മുടെ റെയിൽവേ RPF എക്സാമുകൾക്കൊക്കെ ചോദിച്ച ഈ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിന്റെ കുറച്ച് കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും ഇക്വേഷൻസും ഒക്കെ പഠിക്കണം. ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ അതിൽ പറയുന്ന ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് കുറെ പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.